കരുനാഗപ്പള്ളി പുതിയകാവിൽ ഫ്രൂട്ട്സ് ഗോഡൌൺ കത്തി നശിച്ചു. കരുനാഗപ്പള്ളി സ്വദേശി നാസറിന്റെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിനാണ് തീപിടിച്ചത്. ലോറിയിലേക്ക് തീ പടർന്ന് തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവർക്ക് പൊള്ളലേറ്റു. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ നായർ ചേരുന്നു. കണ്ണൻ നായർ, ഈ പഴക്കടയ്ക്ക് തീപിടിക്കുക എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും സംഭവിച്ചത്? നാശനഷ്ടം എത്രത്തോളം ഉണ്ട്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീപിടിച്ചതിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല. 7:45 കൂടിയാണ് സംഭവം ഉണ്ടായത്. കരുനാഗപ്പള്ളി പുതിയകാവിന് സമീപം റോഡിൽ സൈഡിൽ പ്രവർത്തിക്കുന്ന ഒരു ഫ്രൂട്ട്സ് ഗോഡൌൺ ആണ്. ആ ഗോഡൌണിന്റെ പിൻഭാഗത്ത് നിന്നാണ് തീ ഉയരുന്നത്. നാട്ടുകാരാണ് ആദ്യം തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ അവർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ആ സമയത്ത് ഫ്രൂട്ട്സ് ഇറക്കാനായി വന്ന ഒരു ലോറി, തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ലോറി ഉണ്ടായിരുന്നു. ആ ലോറി ഡ്രൈവർ ആ ലോറിക്കകത്തായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ നിസ്സാരമായിട്ടുള്ള പൊള്ളലേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ ഗോഡൌണിന്റെ പുറകിൽ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിലെ AC-യും തീപിടുത്തത്തിൽ തകർന്നിട്ടുണ്ട്. ചിലപ്പോൾ ആ AC-യിൽ നിന്ന് തീ പടർന്നതാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. എന്നാൽ അതൊരു പ്രാഥമിക നിഗമനം മാത്രമാണ്. വിശദമായിട്ടുള്ള അന്വേഷണത്തിന് മാത്രമേ ഒരു വ്യക്തത, തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ചുള്ള വ്യക്തത വരികയുള്ളൂ. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരും മറ്റ് ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തി പരിശോധന നടത്തും. ശരി കണ്ണൻ. പഴങ്ങൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിനാണ് തീപിടുത്തം ഉണ്ടായത് എന്നാണ്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് കണ്ണൻ നായർ നൽകിയത്.